നമ്മൾ ഒരു അപേക്ഷ അയക്കുമ്പോഴോ റെസ്യൂമെ തയ്യാറാക്കുമ്പോഴോ ID കാർഡ് തയ്യാറാക്കുമ്പോഴോ ഒക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ആവശ്യമുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളൊരു സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുകയും അവരത് ഏതെങ്കിലും ഒരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ഭംഗിയാക്കി സൈസൊക്കെ ക്രമീകരിച്ച് പ്രിൻ്റ് എടുത്ത് നൽകുകയോ അല്ലെങ്കിൽ ഡിജിറ്റൽ കോപ്പി നൽകുകയാണ് ചെയ്യാറുള്ളത്. ചില അവസരങ്ങളിൽ ഇത്തരം ഫോട്ടോയുടെ ആവശ്യം പെട്ടെന്ന് വരികയും സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുക്കുന്നതിനുള്ള സാവകാശം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ തന്നെ ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ സൈസൊക്കെ ഒന്ന് ക്രമീകരിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് ധാരാളം AI ടൂളുകൾ ഇപ്പോൾ ലഭ്യമാണ്. നമ്മൾ എടുക്കുന്ന ഫോട്ടോയെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആക്കി വളരെ വേഗത്തിൽ അങ്ങനെയുള്ള സൈറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ തയ്യാറാക്കി തരാറുണ്ട്. അങ്ങനെയുള്ള സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്യാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ മേക്കർ AI ടൂൾസ് എന്നൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ധാരാളം സൈറ്റുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതിൽ ചിലതൊക്കെ കുറച്ച് ഫോട്ടോസ് ഫ്രീ ആയിട്ട് നമുക്ക് തയ്യാറാക്കി തരുന്ന സൈറ്റുകളുണ്ട്. അതിൽ ഒരെണ്ണം നമുക്ക് പരിചയപ്പെടാം. കട്ടൗട്ട് പ്രോ എന്നുള്ള ടൂൾ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ കയ്യിൽ ഇങ്ങനൊരു ഫോട്ടോ ആണ് ലഭ്യമായിട്ടുള്ളത്. അതിൽ നിന്നൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കട്ടൗട്ട് പ്രോയുടെ സഹായത്തോടെ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. കട്ടൗട്ട് പ്രോ എന്നുള്ള സൈറ്റ് തുറക്കാം. അതിൻ്റെ ഹോം പേജ് ഇതാണ്. ഇവിടെ പ്രോഡക്റ്റ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യുമ്പോൾ പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്നുള്ളതുണ്ട്. ഇവിടെ ധാരാളം ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പാസ്പോർട്ട് ഫോട്ടോ മേക്കർ എന്നുള്ളതാണ്. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നും അപ്ലോഡ് ഇമേജ് എന്നുള്ള ലിങ്ക് കാണാം. അത് ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഏത് ഫോട്ടോയാണോ മോഡിഫൈ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യുന്നു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആക്കപ്പെട്ട രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സാധാരണ ആപ്ലിക്കേഷൻസ് അയക്കുമ്പോൾ അതിൻ്റെ സൈസ് ആ സൈറ്റിൽ തന്നെ പറയാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ മിക്കവാറും 150, 200 എന്ന സൈസാണ് പറയാറുള്ളത്. ഏത് സൈസാണോ ആവശ്യമായിട്ടുള്ളത് അവിടെ കസ്റ്റം സൈസ് എന്നുള്ളിടത്ത് നമ്പർ അടിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യം വിഡ്ത്തും അതുപോലെ തന്നെ അതിനുശേഷം ഹൈറ്റും ഇവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കാവുന്നതാണ്. സൈസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ധാരാളം ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. അതിൽ ഇന്ത്യൻ പാസ്പോർട്ട് എന്നുള്ളത് താഴെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇത്രയും മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് ഡൺ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഫോട്ടോ 2 ഫോർമാറ്റിലാണ് നമുക്ക് ലഭ്യമാകുന്നത്. PNG ഫോർമാറ്റിലും JPG ഫോർമാറ്റിലും. അതിലേതാണോ നമുക്ക് ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് കൊടുക്കാം. ഇനിയും കൂടുതൽ മോഡിഫിക്കേഷൻസ് എന്തൊക്കെ വരുത്താമെന്ന് നോക്കാം. ഇതിൽ ഇവിടെ കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇവിടെ കൊടുത്തിരിക്കുന്ന പേപ്പർ സൈസാണ്. ഒരു ഫോട്ടോ മാത്രം മതിയെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ഓർ സിംഗിൾ ഫോട്ടോ എന്നുള്ള സെലക്ട് ചെയ്യാം. ഡിഫോൾട്ടായിട്ട് അത് തന്നെയാണ് ഉണ്ടാവുക. ഇനിയും നമുക്ക് പ്രിൻ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിൻ്റ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പർ സൈസ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് A4 സൈസ് പേപ്പറാണ്. അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ആ ഫോട്ടോയെ ക്രമീകരിച്ച് നൽകുന്നതാണ്. ഇതിനെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എങ്ങനെ മാറ്റാൻ നോക്കാം. അതിനായിട്ട് ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതിൽ ഏത് കളറാണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ലൈറ്റ് കളറാണ് സാധാരണ പാസ്പോർട്ട് സൈസ് ഫോട്ടോയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. ഒന്നുകിൽ വൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും ലൈറ്റായിട്ടുള്ള കളറ്. ആ രീതിയിൽ ഏത് വേണോ അത് സെലക്ട് ചെയ്യാം. കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ നിന്ന് ലഭ്യമാകും. ഇതിലേതെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ ആളിൻ്റെ ഔട്ട്ഫിറ്റ്, ഈ കോസ്റ്റ്യൂം ഒന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഔട്ട്ഫിറ്റ് എന്നുള്ള സെലക്ട് ചെയ്യാം. അപ്പോൾ മെൻസ് അല്ലെങ്കിൽ ബോയ്സിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ നിന്നുള്ള ഔട്ട്ഫിറ്റ് ഏത് ആണോ ആവശ്യം അത് സെലക്ട് ചെയ്യാം. അതനുസരിച്ചിട്ട് അതിൻ്റെ ഔട്ട്ഫിറ്റ് ക്രമീകരിക്കപ്പെടുന്നതാണ്. ലേഡീസിനുള്ള ഔട്ട്ഫിറ്റ് ഇവിടെ നിന്നും, ചിൽഡ്രൻസ് ഉള്ള ഔട്ട്ഫിറ്റ് ഇവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്നതാണ്. ഇതിലേതാണോ ആവശ്യം അത് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡൺ കൊടുത്ത് അത് പൂർത്തീകരിക്കാവുന്നതാണ്. വീണ്ടും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ നിന്നും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈറ്റിലും ഒരു ലിമിറ്റഡ് നമ്പർ മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുശേഷം അവർ ആവശ്യപ്പെടുന്ന പ്രൈസ് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. മിക്ക സൈറ്റുകളും ഇങ്ങനെ തന്നെ ആയിരിക്കാം.